പുറമെയുള്ള ആചാരങ്ങൾ പാലിക്കുന്നതും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നല്ലത് തന്നെ. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരോട് സ്നേഹമില്ലെങ്കിൽ ആ വിശുദ്ധി വെറും ഒരു അഭിനയം മാത്രമാണ്. ദൈവത്തിൻ്റെ മുൻപിൽ വിലയുള്ളത് നമ്മുടെ ബാഹ്യമായ പ്രകടനങ്ങൾക്കല്ല, മറിച്ച് സ്നേഹത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ ഹൃദയത്തിനാണ്. ദൈവത്തിന് ഇപ്രകാരം പറയുന്നു, തൻ്റെ സഹോദരനെ പകയ്ക്കുന്നവൻ ഇരുളിലിരിക്കുന്നു, ഇരുളിൽ നടക്കുന്നു. 1 യോഹന്നാൻ 2:11. ബൈബിളിലെ നല്ല ശമരിയക്കാരൻ്റെ ഉപമ ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. വഴിയിൽ മുറിവേറ്റ് കിടന്ന മനുഷ്യനെ കണ്ട് ആ വഴി കടന്നുപോയ പുരോഹിതനും ലേവ്യനും നിയമപ്രകാരം വിശുദ്ധിയുള്ള ദൈവദാസന്മാരായിരുന്നു. എന്നാൽ അവരുടെ ഉള്ളിൽ സ്നേഹമില്ലായിരുന്നു. അവർ അവനെ അവഗണിച്ചു കടന്നുപോയി. എന്നാൽ യഹൂദന്മാർ അശുദ്ധൻ എന്ന് കരുതിയ ശമരിയക്കാരൻ തൻ്റെ ഹൃദയത്തിലെ സ്നേഹത്തോടെ ആ മനുഷ്യനെ പരിചരിച്ചു. അവിടെ നിയമത്തിൻ്റെ കാപട്യത്തിന് മുകളിൽ സ്നേഹത്തിൻ്റെ യഥാർത്ഥ വിശുദ്ധിയാണ് വെളിപ്പെട്ടത്. ആ ശമരിയക്കാരനാണ് ക്രിസ്തീയ സ്നേഹത്തിൻ്റെ വസ്ത്രം ധരിച്ചവൻ. നിങ്ങൾക്ക് സ്നേഹമില്ലാതെ വിശുദ്ധനാകാൻ കഴിയില്ല. കാരണം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വിശുദ്ധി എന്നത് കർത്താവിൻ്റെ സ്നേഹമാണ്. നിങ്ങളുടെ വസ്ത്രധാരണമോ സംസാരമോ അല്ല നിങ്ങളെ ഒരു നല്ല വിശ്വാസിയാക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവ സ്നേഹമാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനാണോ നമ്മുടെ വിശുദ്ധി ഉപയോഗിക്കുന്നത്, അതോ അവരെ താങ്ങാനാണോ? എൻ്റെ ഉപദേശം ഇതാണ്: ആത്മീയതയുടെ പേരിൽ മറ്റുള്ളവരെ വെറുക്കാനും അകറ്റി നിർത്താനും ശ്രമിക്കരുത്. അത് ദൈവത്തിന് പ്രസാദമുള്ളതല്ല. കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ശീലിക്കുക. ആ സ്നേഹമാകുന്ന മനോഹര വസ്ത്രം എല്ലാ ദിവസവും ധരിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കും. ഒപ്പം ദൈവനാമം നിങ്ങളുടെ ജീവിതത്തിലൂടെ മഹിമപ്പെടുകയും ചെയ്യും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.